ഹലോ ഫ്രണ്ട്സ്, കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മല്ലികയെ അവിടെ നിന്നും എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമെന്നായിരുന്നു തീരുമാനം കേട്ടോ. ആ സമയത്ത് തന്നെ കാഞ്ചന പറയാണ്, ആരും വിഷമിക്കേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നാളെ തന്നെ മല്ലിക ഇളയമേ ഞാനിവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ഡ്രസ്സ് എടുക്കാനും ഒക്കെ സിറ്റിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പെണ്ണ് കാണാൻ വന്നാൽ മതിയല്ലോ, അതല്ലേ നല്ലത്. അപ്പോൾ എന്തായാലും ഇളയമ അറിയത്തുമില്ല. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ്. അപ്പോൾ അത് തന്നെ നടക്കട്ടെ എന്ന് വിചാരിക്കട്ടോ. അപ്പോഴുണ്ട് ദേ വരുന്നുണ്ട് മല്ലിക ഇളയമ്മ. ഉടനെ പ്രഭാവതി പറഞ്ഞു, ദേ വരുന്നു നിൻ്റെ പ്ലാൻ നടക്കട്ടെ. അവരെല്ലാം എണീറ്റങ്ങ് പോവാട്ടോ. അപ്പോൾ ഇവർക്ക് സംശയം തോന്നാനാണ്. അപ്പോൾ ഇവർ വന്ന് കാഞ്ചനോട് ചോദിക്കുന്നത്, എന്താ കാഞ്ചനെ ഞാൻ വന്നുകൊണ്ട് ഇവരെല്ലാവരും എണീറ്റ് പോയല്ലോ. ഓ, അവരെന്നെ ഓരോന്നും പറഞ്ഞ് ഉപദേശിക്കാൻ നന്നാക്കാൻ നോക്കുക. പിന്നെ നീ അങ്ങനെ നന്നാവാനൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇളയമയ്ക്ക് നാളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഒന്നുമില്ല. എന്താടി? അല്ല, ഞാൻ ഇളയമയ്ക്ക് ഒരു ചെക്ക് തരാം. അത് സിറ്റിയിൽ പോയി കുറച്ച് കാശ് എടുക്കണം. അതിൽ നിന്ന് ആ കാശ് എടുത്തിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഇളയമ വാങ്ങിച്ചോ. പിന്നെ തിരിച്ചു പറഞ്ഞ വഴി നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം വരാൻ എന്ന് പറയണം. അവർ അന്ത് വിട്ട് നോക്കുക കേട്ടോ. അയ്യോ, എന്നെ ഇതുപോലെ സ്നേഹിക്കാൻ ആരുമില്ല, നീ മാത്രമാണ് ഉള്ളത്. ഞാൻ നേരത്തെ ഇവിടെ വരേണ്ടിയിരുന്നു മോളെ, താമസിച്ചു പോയല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് കാഞ്ചനയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. കള്ള അഭിനയത്തിലൊക്കെ കാഞ്ചനയ്ക്കും അത് സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ കാശൊക്കെ കൊടുത്ത് അവരെ ചെക്ക് കൊടുത്ത് വിടാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുകയാണ്. അങ്ങനെ മീനു ആണെങ്കിലും അർജുനോടൊപ്പം ഉറങ്ങാനായിട്ട് വന്ന് റൂമിലേക്ക് വരികയാണ്. ആ സമയം അർജുൻ ചോദിക്കുന്നുണ്ട് മീനുവിനോട്, എന്താ മീനു നിൻ്റെ മുഖത്ത് ഒരു വല്ലാത്ത തിളക്കവും സൗന്ദര്യവും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇല്ലാണ്ടിരിക്കുമോ? അത് ഉണ്ട്. കാര്യം എന്താണെന്നറിയോ? ഒന്ന്, അമ്മ എന്നോട് നല്ല രീതിയിൽ പോകുന്നില്ലേ, അതുകൊണ്ടാണ്. പിന്നെ ചേച്ചിയുടെ കല്യാണം ഇനി പൊണ്ണി കഴിയുമല്ലോ. അപ്പോൾ ഒരു വിധത്തിൽ മനസ്സിന് സന്തോഷമുണ്ട്. അതാണ് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ മുഖത്ത് അങ്ങനെ വല്ല ചുവപ്പ് വല്ലതും കാണുന്നുണ്ടോ മീനു? ഉടനെ മീനു പറയുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്. എന്താ കാര്യം? എനിക്ക് നീ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നുമില്ല, ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നീ തന്നെയാണ് എൻ്റെ സന്തോഷം എന്നും പറഞ്ഞ്, അതുകൊണ്ടാണ് നീ എന്നോട് സ്നേഹത്തോടെ ഇടപഴകുകയും നമ്മുടെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ മുഖത്തുള്ള ഈ ഒരു സന്തോഷം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മീനു പറയാം കേട്ടോ, അർജുനെ എനിക്കൊരാഗ്രഹമുണ്ട്, നീ അത് സാധിച്ചു തരുമോ? എന്താ? ഈ ലോകത്ത് എന്ത് പറഞ്ഞാലും എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ നിനക്ക് ഞാനത് സാധിച്ചു തരും, നീ പറഞ്ഞോ എന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് അവസാനം മീനു പറയാനുണ്ട്, എനിക്കൊരു കുഞ്ഞിനെ വേണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് കേൾക്കുമ്പോൾ അർജുന നല്ല സന്തോഷമാവുകയാണ്. അപ്പോൾ മീനു പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ഒരു കുഞ്ഞിനെ താലോലിക്കണം, അമ്മയാകണം, അതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഉടനെ അർജുൻ പറയാണ്, ഞാനും കുറേ കാലമായിട്ട് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. പിന്നെ നീ ഗർഭിണിയായാൽ എൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മയോ കാഞ്ചന ചേച്ചിയോ ഇല്ലാതാക്കാൻ നോക്കുന്നുള്ളൊരു പേടിയും ഇനി വേണ്ടല്ലോ. കാര്യം അവർക്കിപ്പം നിന്നോട് വലിയ സ്നേഹമായല്ലോ അമ്മയ്ക്കൊക്കെ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആദ്യം ഒരു കുഞ്ഞു മതി നമുക്ക്, പിന്നെ വീട് നിറച്ച് കുഞ്ഞുങ്ങളുണ്ടാവണം. അങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങളായിരുന്നു കേട്ടോ അവർ. പിറ്റേ ദിവസം രാവിലെ കാഞ്ചന പെണ്ണ് കാണാൻ വരുമല്ലോ, അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രഭാവതിയും മീനും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മീനു പറയുന്നത്, ചേച്ചി ഞാനൊരുക്കാം. ചേച്ചിയോ? ഇതൊക്കെ എന്ന് മുതലാ? അങ്ങനെയല്ലല്ലോ നീ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. നീ പൊക്കോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടനെ പ്രഭാവതി തടയുന്നുണ്ട്. എന്താ കാഞ്ചനെ, രാവിലെ നീ ഉടക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് മീനുവിന് സപ്പോർട്ട് ചെയ്യാട്ടോ. ഉടനെ കാഞ്ചന പറയണം, അമ്മയ്ക്ക് കുറേ ദിവസത്തെ ശമ്പളം കൊണ്ട് കൈ തന്നപ്പോൾ അമ്മ കാല് മാറിയല്ലേ, അതിൻ്റെ കൂറായിരിക്കും ഈ കാണിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ കാഞ്ചന, നീ അങ്ങനെയൊന്നും പറയല്ലേ, മോള് ചെല്ലേ എന്നും പറഞ്ഞ് മീനുവിനെ പറഞ്ഞു വിടാം, ഇവിടെ ഞാൻ ഒരുക്കിക്കൊള്ളാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ മീനുവിന് കാഞ്ചനേനെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്താ കാഞ്ചന നീ ഇങ്ങനെ എന്ന് ചോദിക്കും. അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലേ, പഴയതൊക്കെ അമ്മ മറന്നോ? ഇതൊന്ന് കഴിയട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഓർമ്മിപ്പിച്ച് തരാം എന്നായി കാഞ്ചന. അങ്ങനെ നിൽക്കുമ്പോഴാണ് ജീവൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീവൻ്റെ ഫോൺ കോൾ കാണുമ്പം വീണ്ടും നമ്മുടെ കാഞ്ചന പേടിക്കുകയാണ്. അപ്പോൾ കാഞ്ചന എടുത്ത് കാഞ്ചന വരുന്ന കോളെല്ലാം കട്ട് ചെയ്യുക. അപ്പോൾ ജീവന് സംശയമാവുന്നുണ്ട്, ഇവളെന്താ കട്ട് ചെയ്യുന്നത്, ഇവൾ ഇതുവഴി എന്നും പോവാറുള്ളതാണെന്ന് ഇതുവരെ ഇന്ന് കണ്ടിട്ടും ഇല്ലല്ലോ എന്നിങ്ങനെ കാത്തു നിൽക്കുകയാണ് ജീവൻ. അപ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ആരാന്ന്? അതിങ്ങനെ ജീവനാണ്. അയ്യോ, അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പെണ്ണ് കാണാൻ വേണ്ടി അവർ വരാൻ വേണ്ടി കാത്തിക്കണം. അങ്ങനെ മുത്തശ്ശൻ വന്ന് മഹേന്ദ്രനോട് ചോദിക്കണം, ഇത്രയും നേരമായിട്ട് അവർ വന്നില്ലല്ലോ മഹി, വരൂ വെച്ചാ, അതോ ഇനി ജീവൻ അതുവല്ലതും അറിഞ്ഞ് തടഞ്ഞോ? ഇതിപ്പോൾ രഹസ്യമായിട്ടുള്ള പെണ്ണ് കാണലല്ലേ, എന്തായാലും അത് അറിയാനുള്ള വഴിയൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ കാഞ്ചന ഒരുങ്ങി നിൽക്കുന്ന വെറുതെ ആവോ? ഇല്ല, അച്ഛൻ സമാധാനപ്പെട് എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പയ്യനും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ സ്വീകരിച്ച് അകത്തിരുത്തി എല്ലാവരെയും പരിചയപ്പെടുകയാണ് കേട്ടോ പയ്യൻ. അങ്ങനെ മാറി മാറി പരിചയപ്പെടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതിനിടയ്ക്ക് കാഞ്ചനയെ വിളിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കാഞ്ചന ചായ ഗ്ലാസും അതൊക്കെ ആയിട്ട് വരണുണ്ട് കേട്ടോ. അതെല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ചായയൊക്കെ എല്ലാവരും കൊടുക്കുകയാണ്. അങ്ങനെ
കുടുംബത്തിൽ നിന്ന് വന്ന മുതിർന്ന ആളെ തന്നെ പറയുന്നുണ്ട് അവർക്ക് തമ്മിൽ സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ എന്ന്. അങ്ങനെ അവരെ സംസാരിക്കുകയാണ്, ഒറ്റയ്ക്ക് വിടുകയാണ്. അകത്ത് ചെല്ലുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഒരു മൃഗാശുപത്രിയിലെ കമ്പൗണ്ടറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൃഗങ്ങളുമായിട്ട് കുറച്ച് അടുപ്പം കൂടുതലുള്ളതുകൊണ്ട് കാഞ്ചനയോട് തുടക്കത്തിലേ പറയണം, കാഞ്ചനെ നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നണത് എന്താണെന്നറിയോ, നല്ല വെളുത്ത സിന്ധി പശുവിനെ പോലെയാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. കാഞ്ചന അന്തം വിട്ട് പോവുക. അങ്ങനെ പശുക്കളെയും കോഴികളെയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പിന്നെ ഇവിടെ പശുക്കളും കോഴികളും ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം ഫാമിലാണോ? എനിക്ക് അങ്ങോട്ട് പോകും കൊതിയായി. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആദ്യ രാത്രി നമ്മുടെ ഹണിമൂണും കാര്യങ്ങളൊക്കെ ആ ഫാമിലി തന്നെ ആവാം എന്ന് പറയുമ്പോൾ കാഞ്ചന അന്തം വിട്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരെ. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.